നിരീക്ഷണത്തിന് അവസരം ലഭിച്ചപ്പോൾ ഞങ്ങൾ ഏത് വിഷയം തിരഞ്ഞെടുക്കണമെന്ന് ആശങ്കയിലായിരുന്നു. പിന്നാലെ ഞങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഉചിതം എന്ന് ഞങ്ങൾ അങ്ങനെ 13 വ്യക്തികൾ ഉറപ്പിച്ച് ഇതിൻ്റെ വളർച്ചയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. ഉറപ്പിക്കാനായി നെല്ല്, ഗോതമ്പ്, പയറ്, ഗ്രീൻ പീസ്, കടല, എള്ള്, മല്ലി, വെണ്ട, ചീര, അയമോദകം, കടുക്, ജമന്തി, ഉലുവ എന്നിവയെ ഇന്നേക്ക് ശേഖരിച്ചു. ശേഖരിച്ച വിത്തുകൾ തരം തിരിച്ച് 24 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടു. ഒപ്പം ഇവ വിതയ്ക്കാൻ ചട്ടികളും വിത്തുകളെടുത്ത് കിഴികെട്ടി മുളക്കാനായി വെച്ചു. എടുത്തു വച്ചിരുന്ന ചട്ടിയിൽ വെള്ളം നനച്ച് ഈർപ്പം നിലനിർത്തി വിത്തുകൾ നിറച്ച ചട്ടികൾ ഓരോന്നുമായി മുളക്കാനായി പ്രത്യേകമായി ട്രേയിൽ സൂക്ഷിച്ചു വെച്ചു. വിത്തുകൾ ഓരോന്നും അവയ്ക്കായി ഒരുക്കിയിരുന്ന് ചട്ടിയിലേക്ക് പാകി ആവശ്യമായ വെള്ളം നൽകി വിത്ത് വിതയ്ക്കാൻ പാകത്തിന് പരുവപ്പെടുത്തി. ഞങ്ങൾക്ക് പയർ വിത്ത് നന്നായി മുളച്ചു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ വിതച്ച വിത്തിൽ ആദ്യം മുളച്ചത് പയറാണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ഒരു വിത്തിൽ നിന്ന് ആദ്യം മുളക്കുന്ന മുളയെ ബീജമൂലം എന്ന് പറയുമെന്ന് ടീച്ചർ പറഞ്ഞു. താഴേക്കാണ് ബീജമൂലത്തിന്റെ വളർച്ച. കടല, ഗ്രീൻ പീസ്, എള്ള്, ഗോതമ്പ് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ മുളച്ചത്. രാവിലെയും വൈകുന്നേരം 2 നേരങ്ങൾ ഞങ്ങൾ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം മുളച്ച ബീജമൂലം വേരായി മാറി. ഈ വേരുള്ളൊരു വളരാനുള്ള ജലവും ലവണങ്ങളും വലിച്ചെടുക്കപ്പെടുന്നത്. വേര് വരുന്നതും സസ്യത്തിന് വളരാൻ അത്യാവശ്യമായ ഭക്ഷണം അവയുടെ ബീജപത്രത്തിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ഞങ്ങൾ വിതച്ച വിത്തുകളിൽ 8 ഇനം വിത്തുകൾ മുളച്ചു. ബാക്കിയുള്ള വിത്തിന്റെ വളർച്ചയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കയായി. എല്ലാ വിത്തുകളും ഒരേ സമയം ഉപയോഗിച്ചല്ല വളരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ദിവസം ചില വിത്തുകൾ മറ്റൊരു മുകളിലേക്കായി ഉയർന്നു നിൽക്കുന്നതായിരുന്നു. ഈ മുളക്ക് ബീജശീർഷം എന്ന് വിളിക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. മുകളിലേക്കാണ് ഈ മുളകൾ ഉയർന്നു വന്നത്. സസ്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം നൽകി അല്പം കൂടി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്കാണ് ചട്ടികൾ മാറ്റിവെച്ചത്. മുളയ്ക്കേണ്ട ചില വിത്തുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. നെല്ലിന് ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ആദ്യം മുളച്ച പയർ വിത്തിൽ നിന്നും ഇനങ്ങൾ മുളച്ചു വരാൻ തുടങ്ങി. ബീജശീർഷമാണ് തണ്ടുകളായി മാറുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഗോതമ്പ് ചെടി നിരീക്ഷിച്ചപ്പോൾ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമായ ബീജം, കടല, ഗ്രീൻ പീസ് എന്നിവയ്ക്ക് 2 ബീജപത്രങ്ങളുണ്ട്. എന്നാൽ ഗോതമ്പിന് ഒരു ബീജപത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ചെടികളെ കുറച്ചുകൂടി വെയിൽ ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിവെച്ചു. കാരണം ചുവട്ടിൽ അല്പം പൂപ്പൽ ബാധിച്ചു. അതുകൊണ്ടപ്പോൾ നമുക്ക് വളരെ സങ്കടമായി. എന്നും മല്ലിവിത്തിൽ ഒരു മുള പോലും മുളച്ചില്ല. പയർവിത്തിൽ നന്നായി മുളച്ചു. ഒരു പയർ വിത്ത് പറിച്ച് ഞങ്ങൾ ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചു. ഒരു വലിയ വേരും അതിൽ നിന്ന് ചെറിയ വേരും, ഇങ്ങനെയുള്ള വേരിനെ തൈവേര് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് ഞങ്ങൾ ഇലകളെ കൂടുതലായി നിരീക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇലകളെ വ്യക്തമായി കാണുന്ന പയറ്, ഗോതമ്പ് ഒരു സിരയും അതിൽ നിന്ന് ശാഖ പോലെ മറ്റു സിരകളെ കാണാൻ കഴിയും. ഇത് ജാലിക ശീലാന്യാസമാണ്. എന്നാൽ ഗോതമ്പിൽ ചെടി വളരെ വലുതും സ്വയം കൂട്ടിമുട്ടാത്ത സിരകളുമായിരുന്നു. ഇത് സമാന്തര ശീലാന്യാസമാണെന്ന് മനസ്സിലായി. ഇപ്പം സങ്കടകരമായ ദിവസമായിരുന്നു. മുള പൊട്ടിയ വെണ്ടത്തൈകൾ അഴുകി തുടങ്ങി. അതുപോലെ കടല, ഗ്രീൻ പീസ്, പൂപ്പൽ ബാധയും കൂടുതലായി കാണപ്പെട്ടു. പ്രതീക്ഷിക്കാതെ വന്ന കനത്ത മഴയാണ് ഇവയ്ക്കൊക്കെ കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പൂപ്പൽ ബാധിച്ച ചെടികളെ കുറച്ചുകൂടി വെയിൽ ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സൂക്ഷിച്ചു വെച്ചു. നിരീക്ഷണത്തിന്റെ അവസാന ദിവസമായിരുന്നു. രാവിലെ നിന്ന് ചെടികൾക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ചെടികളുടെ ഇലയും ഏതൊക്കെയാണ് തരുന്നത്. കാൽവേര് പടവുള്ള സസ്യങ്ങൾക്ക് 4 വേര് പടലമുള്ള സസ്യങ്ങൾക്ക് സമാന്തര ശീലാവിന്യാസമാണെന്നും അവ ഏകബീജ പത്രങ്ങളാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി.